I'd like to congratulate you for your successful election. For the second time that you have been elected, I'd like to congratulate you on behalf of the entire opposition, on behalf of the India Alliance. Speaker Sir, this House represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. Speaker Sir, the opposition would like to assist you in doing your work. We would like the House to function often and well. Speaker Sir, it is very important that cooperation happens on the basis of trust. It is very important that the voice of the opposition is allowed to be represented in this House. I am confident that you will allow us to represent our voice, allow us to speak, allow us to represent the voice of the people of India. Speaker Sir, the question is not how efficiently the House is run. The question is how much of India's voice is being allowed to be heard in this House. So the idea, Speaker Sir, that you can run the House efficiently by silencing the voice of the opposition is a non-democratic idea. And this election has shown that the people of India expect the opposition to defend the constitution, the Samvidhan of this country. And we are confident that by allowing the opposition to speak, by allowing us to represent the people of India, you will do your duty of defending the constitution of India. I'd like to once again congratulate you, Speaker Sir, and also all the members of the House who have won their election. Thank you very much. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പത്രവിശകലനത്തിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ രണ്ട് പത്രങ്ങളാണുള്ളത്, ദേശാഭിമാനിയും മലയാള മനോരമയും. ഈ രണ്ട് പത്രങ്ങൾ കമ്പയർ ചെയ്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫണ്ണ് നിങ്ങൾക്ക് വായിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇന്ന് രണ്ട് പത്രങ്ങളുടെയും പ്രധാന വാർത്തകൾ ഫ്രണ്ട് പേജിലേത് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും ചില്ലറ രസങ്ങളൊക്കെ ഉണ്ട്. രാമക്ഷേത്രത്തിൽ ചോർച്ച ഉത്തരം മുട്ടി മോദി എന്നുള്ളതാണ് ദേശാഭിമാനി അവരുടെ ഫ്രണ്ട് പേജിൽ നൽകിയിരിക്കുന്നത്. ഒറ്റ മഴയിൽ പുറത്തു വന്നത് BJPയുടെയും മോദി സർക്കാരിൻ്റെയും വഞ്ചന. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് 1800 കോടി രൂപ. ആദ്യ മഴയിൽ തന്നെ രാംപത്ത് വെള്ളത്തിൽ, മതിൽ തകർന്നു. ഈ വോട്ട് പ്രതിഷ്ഠ എന്നുള്ള ഒരു മുൻ പേജ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ദേശാഭിമാനി കൊടുത്തിരുന്നു. അത് അഭിമാനത്തോടെ അവർ കട്ട് ചെയ്ത് അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ അന്ന് തങ്ങൾ പറഞ്ഞതാണ്, എന്തുകൊണ്ട് ആളുകൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരിക്കാം ദേശാഭിമാനിയുടെ ജേർണലിസ്റ്റുകൾ ഉന്നയിക്കുന്നത്. അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ കണക്കുകളെ കുറിച്ചിട്ടൊക്കെയാണ് ദേശാഭിമാനി അവരുടെ ആദ്യ പേജിലെ വാർത്തയിൽ പറയുന്നത്. മോദി, സംഘപരിവാർ, ആന്റി BJP എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് ദേശാഭിമാനി അല്ലെങ്കിൽ അവരുടെ പാർട്ടി സർക്കിളുകളിൽ കാര്യമായി തന്നെ ചർച്ചകൾ വരുന്ന സമയത്ത് ഇതിന് പകരം ആര് എന്നുള്ളൊരു ചോദ്യത്തിൽ തങ്ങളെ പരിഗണിക്കും എന്നുള്ള ചിന്തയായിരുന്നു ഇക്കാലം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു പരിഗണനയ്ക്ക് അർഹരല്ല ഇവർ എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ കോൺഗ്രസിനെ കാര്യമായി തന്നെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പേജിലുള്ള ഇത്തരത്തിലുള്ള വാർത്താ ആഘോഷങ്ങൾ ഇനിയെങ്കിലും ദേശാഭിമാനി മാറ്റിപ്പിടിച്ച് വീണ്ടും കോൺഗ്രസിനെതിരെ തന്നെ വാർത്തകൾ തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. ഈ രാമക്ഷേത്രത്തിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഈ ഒരു വാർത്തയുടെ പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിർമ്മാണ അപാകതകളുണ്ട്, അതേപോലെ തന്നെ ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ട്. എന്നാലും വലിയ കാര്യമായിട്ടുള്ള ഒരു അഴിമതി ആരോപണത്തിലേക്കോ അല്ലെങ്കിൽ ഫണ്ട് അടിച്ചുമാറ്റൽ പരിപാടികളിലേക്കോ നയിക്കുന്ന വലിയ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കേരളത്തിൽ വലിയ ഒരു സ്വീകാര്യതയുണ്ട്. വേറെ പല ഏരിയകളിലും ഇത് വലിയൊരു വാർത്തയായിട്ട് വന്നുമില്ല. ചെറിയ ഫണ്ട് എലമെന്റുകളൊക്കെ ആഡ് ചെയ്ത് കൗതുക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിക്കാൻ തക്ക തരത്തിൽ ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതു സ്വത്തൊന്നും അല്ലല്ലോ, അത് മതപരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സംഗതിയാണ്. രാജ്യത്തിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും അതിനില്ല. പിന്നെ ദേശാഭിമാനി അത് അഭിമാനത്തോടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന എന്തിനാണ് എന്നുള്ളത് എനിക്കറിയില്ല. വിദ്യാർത്ഥി സംഘടനകൾ സമരം പിൻവലിച്ചു. +1 മലപ്പുറത്ത് താൽക്കാലിക ബാച്ച്. മന്ത്രി V. ശിവൻകുട്ടി.
കാര്യമായിട്ട് തന്നെ ഭരണപക്ഷത്തെ ബാധിച്ച ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വലിയ ന്യായവാദങ്ങൾ ഉണ്ടായിരുന്നു. +1 മലപ്പുറത്ത് ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കുട്ടികൾ ഈ ഓപ്ഷൻസ് നൽകുമ്പോൾ ഉണ്ടാവുന്ന അപാകതയാണ് അഡ്മിഷൻസ് പ്രോപ്പറായിട്ട് നടക്കാത്തതിൻ്റെ കാരണം എന്നൊക്കെയുള്ള ന്യായവാദങ്ങളായിരുന്നു. കുറെ കണക്കുകളൊക്കെ നിരത്തിയിരുന്നു. ഈ കണക്കുകളൊക്കെ നിരത്തി കോൺഫിഡൻ്റ് ആയിട്ട് വാദിക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും പറഞ്ഞു ഈ ഒരു കണക്കുകളൊന്നും ശരിയല്ല. എന്നിട്ടും ഇവർ സമ്മതിക്കാതെ അവസാനം അത് സമ്മതിക്കേണ്ടി വരികയും അധിക ബാച്ച് അനുവദിക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത ആ ഒരു അവസ്ഥ, അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ന്യായീകരിച്ച അനുഭാവികൾക്കും അണികൾക്കും ഒക്കെ വലിയൊരു അടിയായിപ്പോയി. പിന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഉണ്ടായിരുന്നത് ദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ തിരുവനന്തപുരം വിതുര അനിരത്ത് R. വിഷ്ണുവിന്റെ വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ നിഖില, മകൻ നിർദേവ് എന്നിവരെ ആശ്വസിപ്പിക്കുന്നു. മനോരമ 3-ാം പേജിൽ 4-3 ഭാഗത്തിലും വീരമൃത്യു R. വിഷ്ണുവിനെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തി നാട് എന്നുള്ള ഒരു സബ് ഹെഡിങ്ങോടെ ധീരം ഈ വിയോഗം മായില്ല ഓർമ്മകൾ എന്നുള്ളൊരു മെയിൻ ഹെഡിങ് നൽകി വാർത്തകൾ നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുന്നതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിയോഗങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ അതിവൈകാരികമായിട്ട് അതിനെ സമീപിക്കാറുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യേണ്ട ചില വാർത്തകൾ പത്രത്തിന്റെ പിന്നാമ്പുറത്താണ് ഇടം പിടിച്ചത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും, അവസാനം ഒരു കൊച്ചു കോളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മനോരമയിലേക്ക് പോവാം. മനോരമയിൽ ഫ്രണ്ട് പേജിൽ തന്നെ രാഹുൽ പ്രതിപക്ഷ നേതാവാകും എന്ന വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. ലോക്സഭ MP ആയി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടുന്നു. ശരിക്കും ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടി ഉള്ള സത്യപ്രതിജ്ഞയാണ് എല്ലാ ആൾക്കാരും ചെയ്യേണ്ടത്. കാരണം ആ ഒരു ഭരണഘടനാ സംരക്ഷണമാണ് ജനപ്രതിനിധികളിലൂടെ MP-മാരിലൂടെയൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നലെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉവൈസി, അതേപോലെ തന്നെ BJP നേതാവ് ഒരാൾ എന്നിവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില രാഷ്ട്രീയം അവിടെ പറയുന്നത് കണ്ടു. ഈ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അതേപോലെ തന്നെ ഹിന്ദു രാഷ്ട്ര സ്വപ്നം അയാളുടെ സ്വപ്നമാണ്. പക്ഷേ ഇതിനുള്ളൊരിടമായിട്ട് ഈ പാർലമെന്റിനെ കരുതേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഇന്നലെ വന്നുപോയി. കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ജനങ്ങളുടെ കാര്യങ്ങളിലേക്കുള്ള ഒരു ഇടപെടലാണ്. അപ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള രാജ്യത്തിന് പുറത്തേക്കുള്ള അല്ലെങ്കിൽ മനസ്സിനകത്തേക്കുള്ള ചില കാര്യങ്ങളൊക്കെ പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ നിലപാടായി പറയുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഒരു മൈനോറിറ്റിയുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മൈനോറിറ്റിയുടെ സപ്പോർട്ട് കൊണ്ട് വിജയിച്ചു വന്ന ആളുകളായിരിക്കാം അവിടേക്ക് ചെല്ലുന്ന സമയത്തും ആ ഒരു മൈനോറിറ്റിയെ മാത്രം ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നതും അവരെ പുളകം കൊള്ളിക്കുന്ന വാക്കുകൾ പറയുന്നതും ശരിക്കും ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഭംഗി കെടുത്തുമെന്നുള്ള ചിന്തയാണ് എനിക്ക് ഇന്നലെ പോയത്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടദൈവങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ അത് വോട്ടായിട്ട് മാറുന്ന സാഹചര്യമൊന്നുമില്ലല്ലോ. ജനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഉള്ളിൽ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സ്വകാര്യമായിട്ട് ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ഭംഗി കെടുത്തിയതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് അധികാരമേൽക്കുന്നതിൽ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഉയർത്തിയ നിലയിൽ ഒരു ഭരണഘടനയുണ്ട്. അപ്പോൾ ഈ ഒരു ഭരണഘടന കഴിഞ്ഞ ദിവസം ഉയർത്തിക്കാട്ടിയ സമയത്ത് മോഡിജി അടിയന്തരാവസ്ഥ കാലമൊക്കെ ഓർമ്മപ്പെടുത്തിയാണ് അതിനെ പ്രതിരോധിച്ചത്. അപ്പോൾ ആ ഒരു പ്രതിരോധ നടപടിയും ഭംഗിയുള്ള ഒരു സംഗതിയായിരുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടും ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. അത് മനോരമ കൊടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനെന്ന് ഉറപ്പ് നൽകാൻ BJP വിസമ്മതിച്ചതോടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. കഴിഞ്ഞ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് NDA സ്ഥാനാർത്ഥി. ഇന്ത്യ സഖ്യത്തിനായി കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും. ഇന്ന് രാവിലെ 11-നാണ് തെരഞ്ഞെടുപ്പ്. ഓം ബിർളയുടെ ജയം ഉറപ്പാണെങ്കിലും 3-ാം മോദി സർക്കാരിന്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനത്തിനും വഴിയൊരുക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം. ഡെപ്യൂട്ടി സ്പീക്കർ ധാരണ മുൻപും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനോരമ ഒരു കോളം വാർത്ത നൽകിയിട്ടുണ്ട്. ആദ്യ ലോക്സഭയിൽ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് 2 സ്ഥാനാർത്ഥികൾ. ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനെന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാതിരുന്നതിനാലാണ് ആദ്യ ലോക്സഭയിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് 2 സ്ഥാനാർത്ഥികൾ ഉണ്ടായത്. GV മാവ്ലങ്കറും ശങ്കർ ശാന്താറാം മൊറയും. പിന്നീട് പലതവണ പാലിക്കപ്പെട്ടു, എന്നാൽ ചിലപ്പോൾ ലംഘിക്കപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭയിൽ ആരെയും ഡെപ്യൂട്ടി സ്പീക്കറാക്കാതെ പുതിയൊരു കീഴ്വഴക്കവും സൃഷ്ടിച്ചു. ഒരു സ്ഥാനാർത്ഥി മാത്രമുള്ളപ്പോഴും ലോക്സഭയിൽ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിച്ചുള്ള പ്രമേയങ്ങൾ അവ ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകിയതിന്റെ മുൻഗണന അനുസരിച്ച് സഭയിൽ വോട്ടിനിടും. പ്രതിപക്ഷത്തിന്റെ അണിയറ നീക്കത്തെക്കുറിച്ച് മനോരമ പറഞ്ഞിട്ടുണ്ട്. രാജ്നാഥിന്റെ വിളി. ഭരണപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി ഓം ബിർളയാണെന്നും തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി അഭിപ്രായ ഐക്യമുണ്ടാക്കാൻ സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയെ ഫോണിൽ വിളിച്ചു. സ്പീക്കറെ പിന്തുണയ്ക്കാമെന്നും പകരം ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്നും ഖർഗെ പറഞ്ഞു. കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിനുള്ള പദവിയാണെന്നതും ഓർമ്മിപ്പിച്ചു.
നീണ്ട കാത്തിരിപ്പ് 11:30 മറുപടി ലഭിക്കാതായതോടെ പ്രതിപക്ഷം അപകടം മണത്തു. ഉറപ്പിൽ തട്ടി. അവസാന ശ്രമമെന്ന നിലയിൽ KC വേണുഗോപാൽ കോൺഗ്രസ്, TR ബാലു DMK എന്നിവർ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ എന്നിവരെ കണ്ടു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തെ പിന്തുണയ്ക്കൂ, ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം പിന്നീട് ആലോചിക്കാമെന്ന് മന്ത്രിമാർ അറിയിച്ചു. ഒപ്പിക്കൽ. ഈ സമയം തന്റെ സ്ഥാനാർത്ഥിത്വ നോട്ടീസിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷി നേതാക്കളുടെ ഒപ്പ് ശേഖരിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. തൃണമൂലിന്റെ നീരസം. തങ്ങളോട് ആലോചിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ നീരസം അറിയിച്ച് പിന്നാലെ തൃണമൂൽ രംഗത്ത് വന്നു. രാഷ്ട്രീയ വാർത്തകൾ ഒഴിവാക്കി ഇനി കരിയറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോകാം. നോളജ് എക്കണോമി മിഷൻ വഴി 21,000 നിയമനം. കേരള നോളജ് എക്കോണമി മിഷന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി 21,000 തൊഴിലവസരങ്ങളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും ഒഴിവുണ്ട്. ഓസ്ട്രേലിയയിൽ മെറ്റൽ ഫാബ്രിക്കേറ്റർ ആൻഡ് വെൽഡർ, കെയർ അസിസ്റ്റന്റ്, ജപ്പാനിൽ കെയർ ടേക്കർ തസ്തികകളിലായി 2000 ഒഴിവാണുള്ളത്. മാനേജർ, ക്രിയേറ്റീവ് സൂപ്പർവൈസർ ഡിജിറ്റൽ, സൈക്കോളജിസ്റ്റ്, HR മാനേജർ, ഫിസിയോതെറാപ്പിസ്റ്റ്, പ്രൊഡക്ഷൻ ട്രെയിനി, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ ഓപ്പറേറ്റർ, അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അഡ്വൈസർ തുടങ്ങിയ 150ഓളം തസ്തികകളിലാണ് നിയമനം. ഇതിന്റെ യോഗ്യതകളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്, knowledgemission.kerala.gov.in. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, താല്പര്യമുള്ള ആളുകൾക്ക് വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ്. കായിക താരങ്ങൾക്ക് നേവി സെയിലർ ആവാം. നേവി സെയിലർ ആവാൻ കായിക താരങ്ങളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം. അവിവാഹിതരായിരിക്കണം. 100 സഹകരണ സംഘങ്ങൾ കൂടി വരുന്നു. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ മാനുഫാക്ചർ ചെയ്ത കുറേയധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി അമേരിക്കയിലേക്ക് ഒരു കണ്ടെയ്നർ ഇന്നലെ കേരളത്തിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ദേശാഭിമാനിയിൽ വിത്ത് ഫോട്ടോ നമുക്ക് ആ ഒരു വാർത്ത കാണാൻ സാധിക്കും. വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണത്തെ കുറിച്ചിട്ടുണ്ട്. ഗാസ സിറ്റിയിൽ 24 മരണം. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി. പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടൊക്കെ രാവിലെ തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ കമന്റ് ബോക്സ് വേറെ ഒരു രീതിയിലേക്കായി പോകും. പലതരത്തിലുള്ള ചില രാഷ്ട്രീയ അജണ്ടകളൊക്കെയാണ് കമന്റ് ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇരുഭാഗവും ശക്തരാണ് അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക്. അത്തരത്തിലുള്ള ഒരു ഇടത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇന്നത്തെ വാർത്താ വിശകലനം അവസാനിക്കുകയാണ്. നിങ്ങൾ വായിച്ചതും നിങ്ങൾ കേട്ടതുമായിട്ടുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമാകും. നന്ദി.